മലയാറ്റൂരിൽ കാട്ടാനക്കുട്ടി കിണറ്റിൽ വീണു. മലയാറ്റൂർ മുളങ്കുഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെ കിണറ്റിലാണ് ആന വീണത്. കാട്ടാനക്കൂട്ടം സമീപത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഉമേഷിന്റെ വിശദാംശങ്ങളുമായി. ഉമേഷ്, ആനയെ കയറ്റാനുള്ള നടപടികൾ ആരംഭിച്ചോ? ഇപ്പോൾ നടപടികൾ തുടങ്ങി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് പുലർച്ചെയാണ് ഈ കാട്ടാനക്കുട്ടി ഈ മലയാറ്റൂരിലുള്ള മുളങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെ കിണറ്റിൽ വീണത്. ആ സമയത്ത് നിരവധി കാട്ടാനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അത് കാരണം ഈ ആനയെ കരയ്ക്ക് കയറ്റാനുള്ള നടപടികൾ അത് തുടങ്ങാൻ വൈകി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതിന് സമീപത്തേക്ക് എത്താൻ കഴിയുമായിരുന്നില്ല. പിന്നീട് കാട്ടാനക്കൂട്ടം ഇവിടെ നിന്ന് മാറി. പക്ഷെ അപ്പോഴും ഈ കിണറ്റിൽ വീണ കുട്ടിയാനയുടെ മാതാവ് ആ ഭാഗത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയത്തും ഇവർക്ക് അതിനടുത്തേക്ക് നീങ്ങാൻ കഴിഞ്ഞില്ല. അല്പം മുമ്പ് ആനയെയും പടക്കം പൊട്ടിച്ച് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഈ കുട്ടിയാനയെ കരയ്ക്ക് കയറ്റാനുള്ള നടപടികൾ അത് തുടങ്ങിയിരിക്കുകയാണ്. JCB കൊണ്ടുവന്നാണ് ഈ വഴി ഉണ്ടാക്കിയാണ് ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുന്നത്. നേരത്തെ മറ്റ് കാട്ടാനക്കൂട്ടം ഉള്ളത് കാരണം കൊണ്ട് തന്നെ വലിയ പ്രയാസം അനുഭവപ്പെട്ടിരുന്നു. മലയാറ്റൂർ DFO അടക്കമുള്ളവർ അല്പസമയത്തിനകം ഈ സ്ഥലത്തേക്ക് എത്തും. നിലവിൽ കാലടി റേഞ്ച് ഓഫീസർ അടക്കമുള്ളവരാണ് ഈ സ്ഥലത്ത് ഉള്ളത്. അവരുടെ നേതൃത്വത്തിൽ ആനയെ കരയ്ക്ക് കയറ്റാനുള്ള ഒപ്പം നാട്ടുകാരുടെ സഹകരണമുണ്ട്. എല്ലാവരും ചേർന്നാണ് ഈ ആനക്കുട്ടിയെ കരയ്ക്ക് കയറ്റാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് സാധാരണ രീതിയിൽ ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം ഇടയ്ക്ക് വരാറുണ്ട് എന്നാണ് പറയുന്നത്. ഏതാണ്ട് വനമേഖലയിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയുള്ള പ്രദേശമാണെങ്കിലും ഇടയ്ക്കിടെ ആനകൾ ഇങ്ങനെ ഇറങ്ങി വരാറുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഇറങ്ങി വന്ന സമയത്ത് ഇന്ന് പുലർച്ചെ 1 മണിയോടെ കുട്ടി വീണതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അതിനെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ അത് തുടങ്ങിയിട്ടുണ്ട്. ശരി, മലയാറ്റൂരിൽ കിണറ്റിൽ വീണ കാട്ടാനക്കുട്ടിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടങ്ങി. മലയാറ്റൂർ മുളങ്കുഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെ കിണറ്റിലാണ് ആന വീണത്. കാട്ടാനക്കൂട്ടം സമീപത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.